യുദ്ധം തുടങ്ങിയ ശേഷം പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുക വല്ലാത്ത ഒരവസ്ഥയാണെന്നാണ് പറയുന്നത്. അതായത് ആഹാര സാധനങ്ങളുടെ വിലയൊക്കെ തൊട്ട പൊള്ളുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്? അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം ഇന്ത്യയുടെ ഓഹരി വിപണി കുതിച്ചുയർന്നു. പാകിസ്ഥാൻ, അതായത് കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് അത് നേരെ താഴ്ന്നു, ഇടിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. അതായത് ഏപ്രിൽ 22 നടന്നിട്ടുള്ള പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മുതൽ പാക് വിപണി താഴേക്കാണ് വന്നിട്ടുള്ളത്. അതേസമയം 1.5% ഇന്ത്യൻ വിപണി ഉയരുകയും ചെയ്ത ഒരു സാഹചര്യം. ഇപ്പോൾ ഇന്നലെയും ഒക്കെ ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിലാണ്. ചെറിയൊരു നഷ്ടത്തിലാണ് തുടക്കമെങ്കിലും കുഴപ്പമില്ലാതെ അവസാനിക്കുന്ന ഒരവസ്ഥയുണ്ടായി. വിപണി കരകയറി അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, പാകിസ്ഥാൻ ഇതിനുശേഷം ഓഹരി വിപണി കുത്തനെ ഇടിഞ്ഞതോടുകൂടി അവിടെയുള്ള ധനപ്രതിസന്ധി വളരെ രൂക്ഷമാവുകയാണ്. ഇന്ത്യൻ പ്രത്യാക്രമണത്തിന് ശേഷം 6500 പോയിന്റുകളാണ്, അതായത് 6% കറാച്ചി ഓഹരി സൂചികയ്ക്ക് നഷ്ടമായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും ഭീകരമായിട്ടുള്ള നഷ്ടമാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിക്ഷേപകരൊക്കെ കൂട്ടത്തോടെ വിറ്റൊഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഘർഷം തുടർന്നിട്ടുണ്ടെങ്കിൽ, ഇനിയും ഈ സംഘർഷം ഇങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ പാകിസ്ഥാനിലുള്ള വിദേശ നിക്ഷേപകർ ഒന്നടങ്കം പണം ഇറക്കാൻ മടിക്കുകയും ഒക്കെ നഷ്ടമാവുകയും ചെയ്യും. അല്ലെ, പൊതുവെ വിദേശ നിക്ഷേപമൊക്കെ കുറവാണ്. അതെ, ഇപ്പോൾ എന്തു പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ അട്ടാരി ചെക്ക് പോസ്റ്റ് ഒക്കെ അടച്ചല്ലോ. അതോടുകൂടി പാകിസ്ഥാനിൽ ഭക്ഷ്യസാധനങ്ങളുടെ വിലയൊക്കെ കുതിച്ചുയർന്നിട്ടുണ്ട്. 1 കിലോ കോഴിയിറച്ചിക്ക് ഒരു മാസം മുമ്പ് ഇസ്ലാമാബാദിലെ വിലയുണ്ടായിരുന്നത് 900 മുതൽ 1200 വരെയാണ്. 1 കിലോ കോഴിയിറച്ചിക്കാണെന്ന് ഓർക്കണം. പാലിന് വില ലിറ്റർ 150 രൂപയായിട്ടുണ്ട്. ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ്. പഞ്ചസാരയ്ക്കാണെങ്കിൽ കിലോഗ്രാമിന് 180 രൂപ. കറാച്ചിയിലാണെങ്കിൽ 200 രൂപ വരെ എത്തിയതായിട്ട് പറയുന്നുണ്ട്. 1 കിലോ പഞ്ചസാരയ്ക്ക് കരിഞ്ചന്തയിലാണെങ്കിൽ 650 രൂപയോളം കൊടുക്കേണ്ട ഒരവസ്ഥ. ആട്ടയ്ക്കാണെങ്കിൽ 400 രൂപ. ചായപ്പൊടി ഇല്ലാതെ ജനം ചായ കൂടി നിർത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ ചെറുനാരങ്ങ പോലും, അതാണ് പറയുന്നത്, ചെറുനാരങ്ങ പോലും ഇപ്പോൾ അവിടെ വൻ വിലയാണ്. അപ്പോൾ അത്രത്തോളം ജനജീവിതം സ്തംഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പാകിസ്ഥാനിൽ ഉള്ള ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം വരുമ്പോൾ സാധാരണക്കാരായ കുടുംബങ്ങളുടെ കുടുംബത്തിൻ്റെയൊക്കെ നട്ടെല്ല് തകരുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ യുദ്ധം ഇനിയും യുദ്ധമല്ല, നടപടിക്രമങ്ങൾ, സൈനിക നീക്കങ്ങളൊക്കെ, യുദ്ധമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ സൈനിക നീക്കങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് അതിഭീകരമായിരിക്കും. ഇനി കൊടും ദാരിദ്ര്യത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. അതെ, പാകിസ്ഥാൻ പോകാനുള്ള സാധനങ്ങൾ കൂടുതലാണ്. ഇപ്പൊ പാകിസ്ഥാനിലാണെങ്കിൽ ഇന്ധന വില ഉൾപ്പെടെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിറ്ററിന് പെട്രോള് 252 രൂപയായിട്ടുണ്ട്. നിലവിൽ $1 മൂല്യം 281 പാകിസ്ഥാൻ രൂപയ്ക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. അതേസമയം ഇന്ത്യൻ രൂപയെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ മൂല്യമാണ് പാകിസ്ഥാനി രൂപയ്ക്കുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ പാകിസ്ഥാനിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ പാകിസ്ഥാനിലെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടേക്ക് കണ്ണുവെക്കുന്നത് ചൈനയാണ്. ചൈന ഇതുവരെയും പാകിസ്ഥാന് അനുകൂലമായിട്ടാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള സ്റ്റേറ്റ്മെന്റും എല്ലാം പാകിസ്ഥാന് അനുകൂലമായിട്ട് തന്നെയാണ്. അതായത് പാകിസ്ഥാന് ഒരിക്കൽ പോലും ഇന്ത്യയെ നേരിട്ട് ആക്രമിക്കാൻ സാധിക്കില്ല. പണ്ടൊക്കെ അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ ഒരു കാലയളവിൽ മോദി ഭരണത്തിനു കീഴിലേക്ക് വന്നതോടുകൂടി ഇന്ത്യയുടെ വളർച്ച അതിഭീകരമായ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ രംഗത്തും സ്വയം പര്യാപ്തതയും എല്ലാ രംഗത്തും ആർജവവും നമുക്ക് നമ്മുടെ പ്രതിരോധ പുര ആകെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മറ്റൊന്ന്, വിദേശ രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങൾ എല്ലാവരും തന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്കാണ് എല്ലാ കാര്യങ്ങളും മാറിയത്. അതായത് എവിടെ ഒരു മധ്യസ്ഥ ശ്രമം ഉണ്ടെങ്കിലും അവിടെ ഇന്ത്യ പറയണമെന്നുള്ള കാര്യമാണ്. നമ്മൾ യുക്രൈൻ റഷ്യ വാർ എടുക്കുമ്പോൾ
ആരുടെ ഭാഗത്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെയും ഭാഗത്തല്ലാതെയാണ് നിന്നത്. രണ്ടു പേരോടും ഇന്ത്യക്ക് ഇന്ന ചേരിയിലേക്ക് എന്നുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഒരു ചേരിയിലേക്കും പോകാതെയാണ് ഇന്ത്യ നിലകൊണ്ടിട്ടുള്ളത്. നമ്മൾ പറയും റഷ്യക്കെതിരെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ നടന്നതാണ്. പക്ഷെ ഇന്ത്യ കൃത്യമായ സ്റ്റാൻഡ് എടുത്തു. ഇന്ത്യ റഷ്യയിൽ പോയി പുടിനെ കണ്ടു, യുക്രൈനിൽ പോയിട്ട് സെലൻസ്കിയെയും കണ്ടു, ഇരുവരെയും ആലിംഗനം ചെയ്തു. ഇരുവരോടും നമ്മുടെ രാജ്യത്തിൻ്റെതായ താല്പര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞു യുദ്ധം, അതായത് സൈനിക നീക്കങ്ങളാണെങ്കിലും തുടർന്നു കൊണ്ട് പോകുന്നത് നമ്മൾ ഇന്ത്യ ആഗ്രഹിക്കുന്നതല്ല, അത് സ്വതന്ത്രമായ ഒരു തീരുമാനമാണല്ലോ. അപ്പൊ അതിലേക്ക് കൂടുതൽ കടന്നു കയറാൻ നിന്നിട്ടില്ല. നമ്മുടേതായ രീതിയിൽ ഇന്ത്യ ഒരു കാര്യം പറഞ്ഞു നിർത്തി എന്ന് മാത്രമാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇപ്പോൾ ഇന്ത്യയോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യത ഇല്ല. അപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ എല്ലാ ലോകരാജ്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഭീകരതയെ ഇന്ത്യയൊട്ട് പിന്തുണയ്ക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഭീകരതയ്ക്ക് എതിരായിട്ടുള്ള രാജ്യങ്ങളുടെ കട്ട സപ്പോർട്ട് ഇന്ത്യക്ക് ഉണ്ട് താനും. അപ്പൊ ചൈനയ്ക്ക് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറണം എന്നുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു മീഡിയേറ്ററുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പാകിസ്ഥാനെ മൂപ്പിച്ചു കൊടുക്കുകയും അതുവഴി സംഘർഷം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തികാവസ്ഥ അത് നേരെ താഴേക്ക് പോരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അതെ, ഇപ്പൊ ട്രംപ് വന്നതോടുകൂടി ഈ അമേരിക്ക വ്യാപാര യുദ്ധം ആരംഭിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ചൈന പോലുള്ള കയറ്റുമതിക്കാർക്കൊക്കെ ഇത് വളരെ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ചൈനീസ് വിപണി അടക്കം തകരുന്ന അവസ്ഥയിലേക്കാണ് പോയത്. ഈ താരിഫ് യുദ്ധം ഇങ്ങനെ നടത്താൻ അമേരിക്കയെ പ്രാപ്തമാക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയെ ഒരു പ്രായോഗികമായിട്ടുള്ള ബദൽ സംവിധാനമായി നിലനിൽക്കുന്നുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടേതായ രീതിയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ചൈനയ്ക്ക് ഈ പറയുന്ന പോലെ, അതായത് ചൈന ആണല്ലോ എല്ലാ കാര്യങ്ങളും വ്യാപാര രംഗത്തൊക്കെ മുന്നിൽ നിൽക്കുന്നത്. അവരുടെ ഉപകരണങ്ങളാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ താരിഫ് യുദ്ധം വന്നതോടുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം പിന്നോട്ടടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ട്രംപ് ആണെങ്കിൽ ഒരു അണുവിട വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലതാണ്. അതെ, ട്രംപ് ആകെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഭാരതത്തോടാണ്. അപ്പോൾ അത് ചൈനയ്ക്ക് അതും ഒരു പ്രശ്നമാണ്. ഈ ഡോക്ലാമിലെല്ലാം 2017 വലിയ സംഘർഷാവസ്ഥയാണ് നിലനിന്നിരുന്നത്. അന്നൊക്കെ ചൈനയ്ക്ക് ഏറ്റുമുട്ടാം എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതുപോലും ചൈനയെ സംബന്ധിച്ച് നടക്കാത്ത കാര്യമാണ്. അത് ചൈന ഒരു നടപടിയുമായിട്ട് നേരിട്ട് ഇന്ത്യക്ക് എതിരെ ഇറങ്ങുകയാണെങ്കിൽ എല്ലാ ലോകരാജ്യങ്ങളും തന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ടേ നിൽക്കുകയുള്ളൂ. അതെ, അതുകൊണ്ടാണ് ബീജിംഗിൽ അവിടെ ഉണ്ടായിരുന്ന സംസാരത്തിൽ ഈ ഡോക്ലാമിലെ സൈനിക നടപടികൾ അടക്കം പിൻവാങ്ങേണ്ട അവസ്ഥ ചൈനയ്ക്ക് ഉണ്ടായത്. അതുകൊണ്ട് ചൈനയ്ക്ക് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് മറ്റൊരു രാജ്യത്തിന്റെ സഹായം ആവശ്യമാണ്. അതിന് ഈ പറയുന്നത് പോലെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരതയെ മാത്രം തിന്നും ശ്വസിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനേ കഴിയുകയുള്ളൂ. ഇനി പാകിസ്ഥാനിലേക്ക് ചൈന ഫണ്ട് ഇറക്കുമ്പോൾ ചൈന പറയുന്നത് തന്നെ പാകിസ്ഥാന് സ്വാഭാവികമായിട്ടും എന്താ പറയാ അനുസരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് ഇങ്ങോട്ടേക്ക് ഭീകരത അഴിച്ചുവിടേണ്ടതായും വരും. നമ്മൾ തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാർ നിൽക്കുകയും ചെയ്യും. പക്ഷെ ചൈന ചിന്തിക്കാത്ത ഒരു കാര്യം, ഒന്നാഞ്ഞ് ശ്രമിച്ച് ഇന്ത്യ ഇപ്പോഴാണെങ്കിലും തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് രണ്ട് കീറായിട്ടെങ്കിലും തീരും. പാകിസ്ഥാൻ അടപടലം തീരും. പാകിസ്ഥാൻ ഒരു 2 ദിവസത്തിൽ കൂടുതൽ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചൈനയ്ക്ക് സഹായിക്കാം എന്നല്ലാതെ അതിനപ്പുറം ഒന്നും ചെയ്യാനും സാധിക്കില്ല. ആയുധങ്ങൾ കൊടുക്കാമായിരിക്കും, പക്ഷെ സൈനിക സഹായം ഒന്നും കൊടുക്കാൻ ചൈനയ്ക്ക് കഴിയില്ല. ഇനിയിപ്പോ കൊടുത്താൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സഹായം ചൈന കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം അങ്ങനെയാണെങ്കിൽ സൈനിക സഹായം ഉൾപ്പെടെ ഇന്ത്യക്ക് നൽകുന്ന സാഹചര്യം വരും. ചൈന ഒറ്റപ്പെടുകയും ചെയ്യും. അപ്പോൾ ചൈന പാകിസ്ഥാനെ വിഴുങ്ങുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടാണ്. പാകിസ്ഥാന്റെ വിപണി അടക്കം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാന് ഇനി നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്.